ന്യായാധിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത കൂടിവരവിലേക്ക് റവറൻഡ് ഡോക്ടർ ജോൺസൺ വർക്കിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. മിഡ്-90s തൊട്ട് ഈ പ്രിയ കുടുംബമായിട്ട് പരിചയപ്പെടുവാൻ എനിക്കിടയായി. എൻ്റെ വൈഫിൻ്റെ ഒരു അങ്കിളും കൂടെ ആണ് റവറൻഡ് ഡോക്ടർ ജോൺസൺ വർക്കി. അദ്ദേഹം ഈ സിറ്റിയിൽ തന്നെ, സാന്റോണിയോയിൽ തന്നെ ഒരു ചർച്ചിൽ, ഹല്ലേലൂയ, ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ മിനിസ്റ്റീരിയൽ പാസ്റ്ററൽ മിനിസ്ട്രിയിലായിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടുത്തെ കോളേജിലെ ഒരു പ്രൊഫസറും കൂടെയാണ് അദ്ദേഹം. റവറൻഡ് ഡോക്ടർ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും തിയോളജിയിലുള്ള ഒരു ഡോക്ടറേറ്റ്. എന്നാൽ അദ്ദേഹത്തിൻ്റേത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സുവോളജിയിലുള്ള PhD ആയിരുന്നു. അതിനുശേഷം മാസ്റ്റേഴ്സ് തിയോളജിയിലും ഉണ്ട് എന്ന് എനിക്കറിയാം. ഒത്തിരി വിദ്യാഭ്യാസ രംഗത്ത് പല കാര്യങ്ങളും പറയാനുണ്ട്, അതിനല്ലല്ലോ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. എന്നാൽ ദൈവം ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ അദ്ദേഹം ഒന്ന് ടച്ച് ചെയ്യുമായിരിക്കും. എങ്കിലും ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ വചനം 2 decades ago ഒരു വചനം പറഞ്ഞ് ഞാൻ ഇന്നെന്ന പോലെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്രോണമി 27 നിന്ന് 2 മലയുടെ കാര്യം പറഞ്ഞിട്ട്, ഏബാൽ ആൻഡ് ഗെരസി. അത് ഒരു 2 decades മുമ്പ് പറഞ്ഞ ഒരു വചനമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഏകദേശം 5 വർഷത്തോളം ഒരു ചർച്ചിലായിരുന്നു. അന്നേരം പറഞ്ഞ ഒരു മെസ്സേജ് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുന്നു. പ്യുവർ വേർഡ് അദ്ദേഹത്തിന് നമുക്ക് ലഭിക്കാനിടയാകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വൈകുന്നേരം നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാൻ അവസരം നൽകിയ പാസ്റ്റർ അനീഷിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ബ്രദർ റെജിക്കോഷിയാണ് ദൈവദാസനുമായിട്ട് എന്നെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹത്തോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ വർഷിപ്പിലേക്ക്, ആരാധനയിലേക്ക് നയിച്ച ബ്രദർ ജോയ്സ് മാത്യു, യു ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും നമ്മുടെ ആളുകൾ ഇങ്ങനെ പാടുമ്പോൾ അതുപോലൊക്കെ പാടിയാൽ കൊള്ളാമെന്ന് എനിക്കും താല്പര്യമുണ്ട്. പക്ഷെ നടക്കത്തില്ല. ദൈവദാസനെ അനുഗ്രഹിക്കട്ടെ. ദൈവം വീണ്ടും ശക്തിപ്പെടുത്തുമാറാകട്ടെ. ഹല്ലേലൂയ. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പ്രോവർബ്സ് സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. The heart of the king is in the hand of the Lord. Like the rivers of water, he turns it wherever he wishes. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇസ്രായേൽ രാജാക്കന്മാരിൽ ഏറ്റവും ജ്ഞാനിയായ രാജാവായ ശലോമോന്റെ വാക്കുകളാണ് ഈ വാക്കുകൾ. പ്രോവർബ്സ് സദൃശവാക്യം 21-ാം അധ്യായം. ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പിൻഗാമിയായിരുന്നു ശലോമോൻ. ശലോമോൻ ഇസ്രായേലിലെ രാജാവായപ്പോ തന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ, നന്മ തിന്മകളെ വിവേചിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ ഒരു ഹൃദയം, അല്ലെങ്കിൽ ഒരു ലിസണിങ് ഹാർട്ട്, ഒരു കേൾക്കുവാനുള്ള താല്പര്യമുള്ള ഒരു ഹൃദയം അവൻ ദൈവത്തോട് ആവശ്യപ്പെട്ടു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ നാം ഇത് വായിക്കുന്നുണ്ട്. നീ തിരഞ്ഞെടുത്തതും പെരുപ്പ നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ ഞാൻ ഇരിക്കുന്നു. ശലോമോൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി എന്ന് നമ്മൾ ആ ഭാഗങ്ങളിൽ വായിക്കുന്നു. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു.
നിനക്ക് സമനായവൻ നിനക്ക് മുമ്പേ ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷവും ഉണ്ടാകില്ല. അങ്ങനെ വളരെ ജ്ഞാനം, ദൈവത്താൽ നൽകപ്പെട്ട ജ്ഞാനമുണ്ടായിരുന്ന ഒരു രാജാവായിരുന്നു ശലോമോൻ. ദൈവം ശലോമോന്റെ ഈ അഭ്യർത്ഥനയിൽ, പ്രാർത്ഥനയിൽ വളരെ സംപ്രീതനായി അവന് ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം നൽകി എന്ന് നാം വായിക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. ദൈവം ശലോമോന് ജ്ഞാനവും അത്യധികം വലിയ വിവേകവും കടൽ തീരത്തെ മണൽ പോലെയുള്ള ഹൃദയവിശാലതയും നൽകി. അവൻ 3000 പഴഞ്ചൊല്ലുകൾ സംസാരിച്ചു. അവന്റെ പാട്ടുകൾ 1005 ആയിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്ത് വായിക്കുന്നു. ഈ സദൃശവാക്യങ്ങളിൽ നാം പല വിഷയങ്ങളെ കാണുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയമാണ് ദൈവത്തിന്റെ പരമാധികാരം. The sovereignty of God. God is sovereign and God controls everything, including the hearts of kings. ദൈവം പരമാധികാരിയാണ്. രാജാക്കന്മാരുടെ ഹൃദയം ഉൾപ്പെടെ എല്ലാറ്റിനെയും ദൈവം നിയന്ത്രിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ രാജ്യത്തിന് വേണ്ടി ദൈവജനങ്ങൾ പലരും അനേക ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഈ ഇലക്ഷന് വേണ്ടി. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. ആ പ്രെയർ ഗ്രൂപ്പ് ഏകദേശം 2 മാസത്തോളം, ഞങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ 2 മാസത്തോളം ഒരു നല്ല വഴിത്തിരിവിലേക്ക് ഈ രാജ്യം വരുവാൻ തക്കവണ്ണം പ്രാർത്ഥിപ്പാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി. ദൈവം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. we need to continue to pray for all the leaders of our land. ഈ രാജ്യത്തിന്റെയും നമ്മൾ ആയിരിക്കുന്ന അമേരിക്കയിലേക്കും നമ്മൾ കടന്നു വന്ന ഇന്ത്യയിലെ നമ്മുടെ അധികാരങ്ങൾക്ക് വേണ്ടി എല്ലാം നാം പ്രാർത്ഥിപ്പാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അപ്പോൾ ഓരോ ആത്മാവും, ഓരോ വ്യക്തികളും, ഓരോ രാജാക്കന്മാരും ദൈവത്തിന്റെ ശക്തിക്ക് വിധേയമാണ് എന്നുള്ള കാര്യം നാം മറന്നുപോയത്. കാരണം ദൈവത്താൽ നിയമിക്കപ്പെടാത്ത ഒരു രാജ്യവുമില്ല, ഒരു രാജ്യ ശക്തിയുമില്ല. സദൃശവാക്യം 8-ാം അധ്യായത്തിന്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അവൻ രാജാക്കന്മാർക്ക് ശക്തി നൽകുന്നു, അവനാൽ രാജാക്കന്മാർ വാഴുന്നു, ഭരണാധികാരികൾ നീതി വിധിക്കുന്നു, അവനാൽ പ്രഭുക്കന്മാരും ഭൂമിയിലെ എല്ലാ ന്യായാധിപതിമാരും വാഴുന്നു. അതുകൊണ്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം, ഈ ശലോമോൻ രാജാവ് ലോകത്തിലെ രാജാക്കന്മാരുടെ മേൽ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പരമോന്നത ശക്തിയും അധികാരവും അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ 21-ാം അധ്യായത്തിൽ താൻ പറയുന്നത്, രാജാവിന്റെ ഹൃദയം തിരുസന്നിധിയിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, അവൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അതിനെ തിരിക്കുന്നു എന്ന ഈ പ്രാർത്ഥന ദൈവത്തിന്റെ, അതായത് നാം അത് മനസ്സിലാക്കുമ്പോൾ ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗസിംഹാസനത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തുകയും ദൈവം രാജാക്കന്മാരുടെ ഹൃദയത്തിന് മാറ്റം വരുത്തുകയും ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ആ വാക്യം ശരിക്കും ഒരു കർഷകൻ ചാലിലേക്ക്, അല്ലെങ്കിൽ തന്നെ ഒരു വെള്ളത്തിന്റെ ചാൽ ഇങ്ങനെ നിയന്ത്രിച്ച്, അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ള രീതിയിലേക്ക് വെട്ടി വിടുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുകയും ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു: God is still on the throne and prayer changes things. ദൈവം സിംഹാസനത്തിലാണ്, പ്രാർത്ഥന കാര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുന്നു എന്നുള്ളത്. സോ സിൻസ് ഗാഡ് ഈസ് ഇൻ കൺട്രോൾ, ദൈവം സകലത്തെയും ഭരിക്കുന്നു. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്
തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1 തിമത്യോസ് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന്, വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ മുമ്പേ പ്രബോധിപ്പിക്കുന്നു എന്ന് പൗലോസ് തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. സമാനമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ 2 ദിനവൃത്താന്തങ്ങളിൽ കാണുന്നത്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് 2 ദിനവൃത്താന്തം 7:14. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ രാജാക്കന്മാരുടെയും നമ്മുടെ മേലുള്ള അധികാരികളുടെയും നമ്മുടെ സൂപ്പർവൈസേഴ്സിന്റെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കുകയും നമുക്ക് സത്യസന്ധതയും അന്തസ്സുമുള്ള ഒരു ജീവിതം നയിക്കാവുന്നവണ്ണം ആമേൻ കാര്യങ്ങളെ മാറ്റുകയും ചെയ്യും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇത് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നാം പിന്നെയും വായിക്കുന്നു, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. The fervent prayer of the righteous avails much. ഈ രാത്രികാലം അടുത്ത അല്പസമയം നമ്മുടെ മുമ്പിലുള്ളതിൽ രാജാക്കന്മാരുടെ ഹൃദയത്തെ മാറ്റിമറിച്ച 3 പ്രാർത്ഥനകൾ ദൈവ ജനത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നാം 2 ദിനവൃത്താന്തത്തിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അവസാനത്തിലും എസ്രായുടെ പുസ്തകത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യിരെമ്യ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തത് എന്തെന്നാൽ, അതിനുശേഷം നമുക്കറിയാം ഇസ്രായേൽ ജനത്തിന് അടിമത്തത്തിൽ നിന്ന് ദേവാലയം പണിയുന്നതിന് വേണ്ടി തിരിച്ചു പോകാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. യെരുശലേമിൽ ദേവാലയം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പേർഷ്യയിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇസ്രായേൽ ജനതയെ അനുവദിക്കുന്ന കോരേശ് അതിനുവേണ്ടി ദൈവം കോരേശിന്റെ ഹൃദയത്തെ ഉണർത്തി എന്ന് നാം ഇവിടെ വായിക്കുന്നു. അത് നമ്മൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ ദൈവത്തിന്റെ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന്, അത് നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും 29-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണമേ, ബാബേൽ പ്രവാസത്തിന്റെ ഇസ്രായേൽ ജനം കടന്നുപോയി 70 വർഷത്തിന് ശേഷം അവർക്കൊരു വ്യത്യാസം വരുത്തുമെന്നും അവരെ മടക്കി വരുത്തും എന്നും യെരമ്യാവ് പ്രവചിച്ചത് അതിന്റെ പൂർത്തീകരണം വന്നപ്പോൾ കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ആ വിടുതലിന്റെ സമയം വന്നപ്പോൾ പേർഷ്യൻ രാജാവായ കോരേശിന്റെ ആത്മാവിനെ ദൈവം ഉണർത്തി. അതാണ് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിലും എസ്രായുടെ പുസ്തകത്തിലും നാം കണ്ടത്. എന്നാൽ ദൈവജനമേ, അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ദൈവം കോരേശിന്റെ മനസ്സിനെ ഉണർത്തി എന്ന് മാത്രം നമ്മൾ ആ ഭാഗത്ത് കാണുന്നു. എന്നാൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തി, അതാണ് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിലുള്ള അഹശ്വേരോശിന്റെ മകനായ ദാരിയാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ ആഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ
ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 വത്സരം കൊണ്ട് തീരും എന്ന് യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ ഞാൻ ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് യഹോവയോട് പ്രാർത്ഥിക്കുകയും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞതെന്തെന്നാൽ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഭാഗം നമ്മൾ വായിക്കുന്നു. ശ്രദ്ധിക്കുക ദൈവജനമേ, കോരേശന്റെ മനസ്സിനെ ഉണർത്തുവാൻ പ്രവചനങ്ങൾ യിരെമ്യാവ് പ്രവചിച്ചു, പ്രവചനം നമുക്കുണ്ട്. എന്നാൽ കോരേശന്റെ മനസ്സിനെ ഉണർത്തുവാൻ വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തി എന്ന് പറയുന്നത് ദാനിയേലാണ്. ദാനിയേലിന്റെ പ്രാർത്ഥന സ്വർഗ സിംഹാസനത്തിലെത്തി, ദൈവ സന്നിധിയിലെത്തി. ദൈവം കോരേശന്റെ മനസ്സിനെ ഉണർത്തി. ഈ രാത്രികാലം ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുകയും ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ എത്തുകയും ദൈവം രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ വ്യത്യാസം വരുത്തുകയും ചെയ്യും. ദൈവം നമ്മുടെ സൂപ്പർവൈസേഴ്സിന്റെ ഹൃദയങ്ങളിൽ വ്യത്യാസം വരുത്തും. ദൈവം നമ്മുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തും എന്നുള്ള കാര്യം മറന്നു പോകരുത്. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ തിരിക്കുന്നു. പ്രാർത്ഥനയാൽ ഒരു രാജാവിന്റെ ഹൃദയത്തെ മാറ്റിമറിച്ച രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ അടുത്ത പുസ്തകം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ നെഹമ്യാവ് യെരൂശലേം നഗരത്തിന്റെ വിജനമായ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതായിട്ടും അതിന്റെ മതിൽ തകർന്ന് അതിന്റെ വാതിലുകൾ തീ ഇട്ട് ചുട്ടുകളഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അവിടെ നിന്ന് മടങ്ങി വന്ന സഹോദരന്മാരിൽ നിന്ന് കേട്ട കാര്യം നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. നെഹമ്യാവ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ഇരുന്നു ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തോട് നിലവിളിച്ചു. നഗരത്തിന് ചുറ്റുമുള്ള മതിൽ നിർമ്മാണത്തിന് വേണ്ടി യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുവാൻ രാജാവിന്റെ പ്രീതിക്കായി ദൈവത്തോട് അപേക്ഷിച്ചു. പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക്, നെഹമ്യാ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, നെഹമ്യാ നമുക്കറിയാം പാനപാത്രവാഹകനായിരുന്നു. അദ്ദേഹം പേർഷ്യൻ രാജാവും അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണമാണ് നമ്മൾ വായിക്കുന്നത്. പേർഷ്യൻ രാജാവായ അർത്തഹഷ്ടാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാ. നെഹമ്യാവിന്റെ മുഖത്തെ നിരാശ കണ്ടപ്പോൾ രാജാവ് കാര്യം അന്വേഷിച്ചു. 4-ാം വാക്യം, രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ച ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് ഉടനെ താൻ പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. ശ്രദ്ധിക്കുക ദൈവജനമേ, നെഹമ്യാവ് പ്രാർത്ഥിച്ചു. ദൈവം പേർഷ്യൻ രാജാവായ അർത്ഥസൃഷ്ടാവിന്റെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തി. അങ്ങനെ രാജാവ് അവനെ സന്തോഷത്തോടെ അവിടെ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. അപ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ദൈവം കോരേശന്റെ മനസ്സിനെ ചേഞ്ച് ചെയ്തു. നെഹമ്യാവിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. അർത്തഹഷ്ടാ രാജാവിന്റെ ഹൃദയത്തെ ദൈവം മാറ്റിമറിച്ചു. അടുത്ത പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 3-ാമത്തെ പുസ്തകം. അവിടെ നമ്മൾ മൊർദെഖായി എസ്തേറിനെ കുറിച്ച് വായിക്കുന്നു. അവിടെ വളരെ ഇസ്രായേൽ ജനം പേർഷ്യയിലായിരുന്ന സമയത്ത് അവിടുന്ന് പലരും മടങ്ങി വന്ന കാര്യങ്ങൾ നമുക്കറിയാം. എന്റെ ടൈം ലൈൻ നമ്മൾ പഠിക്കുമ്പോൾ സെറുബാബേലിന്റെ നേതൃത്വത്തിൽ, എസ്രായുടെ നേതൃത്വത്തിൽ അടിമത്തത്തിൽ നിന്ന് ആളുകൾ മടങ്ങി വന്നു. എന്നാൽ പേർഷ്യയിൽ അന്ന് ശേഷിച്ചിരുന്ന ജനത്തിന് നേരിട്ട ഒരു വലിയ ദുർഘടം പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്. എസ്തേറിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ആഗാഗ്യനായ ഹാമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്രായേൽ ജനത്തെ പൂർണ്ണമായി നശിപ്പിക്കുവാനായിട്ട് അവർക്ക് എതിരെ എഴുന്നേറ്റു. അവിടെ നമ്മൾ ഓടി 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എസ്തേർ രാജസ്ഥാനത്തിലേക്ക് വന്നു. അവിടെ താൻ ക്വീൻ രാജ്ഞിയായിട്ട്
രാജസ്ഥാനത്തേക്ക് വന്നു. എന്നാൽ ഈ ഹാമാന്റെ ഗൂഢാലോചനയെ കുറിച്ച് മൊർദെഖായി അറിഞ്ഞപ്പോൾ താൻ എസ്തേറിനോട് പറഞ്ഞു, നീ ഇന്ന് ആയിരിക്കുന്ന ഈ സാഹചര്യം ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നു, അതുകൊണ്ട് മറന്നു പോകരുത്. ആമേൻ, നീ ഈ സ്ഥാനത്തേക്ക് വന്നത് ആർക്കറിയാം ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടി ആയിരിക്കാം. എന്റെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ ഏത് ജോലിയിലെ പൊസിഷൻസ് എനിക്കറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, നിങ്ങളുടെ ഇൻഫ്ലുവൻസ് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, മേ ബി യു ആർ ഇൻ സച്ച് എ പൊസിഷൻ, സച്ച് എ ടൈം ആസ് ദിസ്. ഇതുപോലെയുള്ള ഒരു കാലഘട്ടത്തിനായിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവം നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നത്. ചിലരോടെങ്കിലും സുവിശേഷം പറവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിക്കുവാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്നത്. ആമേൻ. നമുക്ക് മടങ്ങി വരാം. അങ്ങനെ ഹാമാൻ തന്റെ ഗൂഢാലോചനയെ കുറിച്ച് മൊർദെഖായി അറിഞ്ഞു. മൊർദെഖായി എസ്തേറിന് ആ വിവരം കൊടുത്തു. അങ്ങനെ മൊർദെഖായും എസ്തേറും 3 ദിവസം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതിനുശേഷമുള്ള സംഭവങ്ങളെ നമുക്കറിയാം. എസ്തേർ രാജാവിന്റെ സന്നിധിയിൽ ചെന്നു, രാജാവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. രാജാവിന്റെ സിംഹാസനത്തിലെത്തുകയും ആമേൻ, ഹല്ലേലൂയ, ദൈവം അഹശ്വേരോസ് രാജാവിന്റെ ഹൃദയത്തെ മാറ്റിമറിക്കുകയും ആമേൻ, ഹാമാൻ ഉണ്ടാക്കിയ അതേ കഴുമരത്തിൽ, ആമേൻ, മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാനെ ദൈവം തൂക്കിക്കളഞ്ഞു എന്നുള്ള കാര്യം നമുക്ക് കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നിർത്തട്ടെ. ആ കഥയുടെ ആ ഭാഗം ചുരുക്കി പറയുകയാണ്. ആമേൻ, ദൈവസന്നിധിയിൽ മൊർദെഖായിയുടെയും എസ്തേറിന്റെയും ഉപവാസവും പ്രാർത്ഥനയും അത് ദൈവസന്നിധിയിലെത്തി. ദൈവം ആമേൻ അഹശ്വേരോസ് രാജാവിന്റെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തി. ദൈവജനത്തിന് സമ്പൂർണമായ ഒരു പരിവർത്തനം, ദൈവജനത്തിന് സമ്പൂർണമായ ഒരു വിടുതൽ, അവർ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു വിടുതൽ അവിടെ സംഭവിച്ചു. രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അവൻ അതിനെ തിരിക്കുന്നു. ആമേൻ. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകരുത്. ആമേൻ. ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ബ്രദർ റെജിക്കോഷി എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാൻ ചിലപ്പോൾ അത് റെഫർ ചെയ്യുമെന്ന്. ഞാൻ അനേക വർഷമായിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബയോളജിയാണ്. ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു പാസ്റ്ററുടെ മകനാണ്. എന്നാലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരിക്കും ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം, അടുത്തറിയുവാൻ തക്കവണ്ണം ഒരു പേഴ്സണൽ എൻകൗണ്ടറിലേക്ക് ഞാൻ വന്നത്. ആ സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരാഗ്രഹമായിരുന്നു ദൈവത്തിന്റെ വചനം പഠിക്കണമെന്നും പഠിപ്പിക്കണമെന്നും. അങ്ങനെ ഡാലസിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഡാലസ് സെമിനാരിയിൽ പോയി പഠിച്ചു. അതിനുശേഷം സാൻ ആന്റോണിയോ ഈ പട്ടണത്തിൽ വന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ ഇവിടെ ഞങ്ങൾ പോകുന്ന ചർച്ച് ഒരു ബൈബിൾ കോളേജൂടെ ആയിരുന്നു. അവിടെ ഞാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഇവിടെ 2 കോളേജുകളിൽ ഇപ്പോൾ ഒരു കോളേജിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ ബയോളജി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം എനിക്കെതിരെ ആവശ്യമില്ലാത്ത ഒരു കംപ്ലൈന്റ് ചില സ്റ്റുഡൻസ് കൊണ്ടുവരികയും എന്നെ ജോലിയിൽ നിന്ന് ഫയർ ചെയ്യുകയും ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ക്ലാസ്സിൽ പ്രസംഗിച്ചു, ഞാൻ ഹോമോസെക്ഷുവൽസിനെതിരെ സംസാരിച്ചു, അബോർഷനെതിരെ സംസാരിച്ചു എന്നൊക്കെയായിരുന്നു എൻ്റെ മേലുണ്ടായിരുന്ന കംപ്ലൈന്റ്. ഇത് കേട്ട ഉടനെ തന്നെ എന്നോട് യാതൊരു വിധമായ എന്നിൽ നിന്ന് യാതൊരു പ്രതികരണവും കേൾക്കാതെ തന്നെ എന്നെ ടെർമിനേറ്റ് ചെയ്തു. എന്നാൽ ആ സമയത്ത് ദൈവം എന്നോട് ദൈവദാസന്മാർ ചെയ്തവണ്ണം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് തന്ന ഒരു ആലോചനയായിരുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, രാജാവ് യഹോശഫാത്ത് രാജാവിന് യുദ്ധം നേരിട്ടപ്പോൾ രാജാവ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ആ കാര്യം വെച്ചു. ദൈവം പറഞ്ഞു, ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീനെന്ന്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ അറിയാത്ത ഇടത്തു നിന്ന് റെജിക്കോഷിക്കറിയ ഇവിടുത്തെ സെനറ്റർ ടെഡ് ക്രൂസ് വരെ ഇടപെട്ട് എൻ്റെ ജോലിയിൽ എന്നെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി എൻ്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. സകല കാര്യങ്ങൾ യൂട്യൂബിൽ
കിടപ്പുണ്ട്, അല്ലെങ്കിൽ മറ്റേ മീഡിയയിൽ കിടപ്പുണ്ട്. അങ്ങനെ എന്നെ ടെർമിനേറ്റ് ചെയ്ത അതേ കോളേജിൽ തന്നെ അവർ എന്നെ തിരിച്ചെടുത്തു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവജനമേ, നമ്മുടെ യുദ്ധം നമ്മുടെ അല്ല, യുദ്ധം യഹോവയ്ക്കുള്ളത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ദിവസനിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരിക്കലും അതിൽ നമ്മൾ പിന്നോട്ട് പോകാതെ വണ്ണം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ഒന്ന് രണ്ട് കാര്യം കൂടെ ഈ വിഷയത്തോടു കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സമയത്ത് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായിട്ട്, ഈ 3 വ്യക്തികളും, ദാനിയേൽ, നെഹമ്യ, എസ്തർ, ഇവര് 3 വിദേശ രാജ്യത്ത്, അന്യരാജ്യത്ത് ഉന്നത സ്ഥാനത്ത് ഇരുന്നവരായിരുന്നു. എന്നാൽ അത് ഒന്നും അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ, ഉപവസിക്കുന്നതിൽ, മുഖം അന്വേഷിക്കുന്നതിൽ, അതിൽ നിന്നൊന്നും ഈ അവരുടെ ഉന്നത സ്ഥാനങ്ങൾ ഒരു പ്രതിസന്ധി ആയില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ അത് നിറവേറ്റും എന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം ദാനിയേലിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസം മാത്രമല്ല, ദാനിയേൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നെഹമ്യാവ് അതുപോലെ. നെഹമ്യാവ് തന്റെ ഈ കൊട്ടാരത്തിൽ പാനപാത്ര വാഹകനായിട്ട് തന്റെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. എന്നാൽ താൻ പട്ടണം മതിലില്ല, ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്റെ ഹൃദയത്തിന്റെ ആ ഭാരം ദൈവസന്നിധിയിൽ പറഞ്ഞു. എസ്തേറും അതുപോലെ തന്നെ തന്റെ ജനം കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇവർ 3 പേരും ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നവരായിരുന്നിട്ടും അവർ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കണ്ടെത്തി എന്ന് നമ്മളവിടെ വായിക്കുന്നു. ദൈവജനമേ, പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ, ജീവിതത്തിന്റെ സമയമില്ലായ്മ എന്ന് നമുക്ക് തോന്നുന്ന പല കാര്യം കൊണ്ടും നമ്മൾ ഉപവാസവും പ്രാർത്ഥനയും എല്ലാം മാറ്റിവെക്കാറുണ്ട്. എന്നാൽ ഈ രാത്രി കാലം ദൈവജനത്തോട് എനിക്ക് പറയുവാൻ, നമ്മൾ ഒരു പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, അതിനെ അഭിമുഖീകരിക്കുമ്പോൾ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ഉപവാസവും പ്രാർത്ഥനയും ദൈവജനത്തിന്റെ ഏറ്റവും പവർഫുൾ ആയ, ശക്തമായ ഒരു ആയുധമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഋജിഘോഷി സഹോദരൻ പറഞ്ഞവണ്ണം, എന്റെ പിതാവ് ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം എപ്പോഴെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും, ഞാൻ അത് കണ്ടാണ് ഞാൻ വളർന്നു വന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ, ചർച്ചിന്റെ പ്രശ്നമായാലും വീട്ടിലെ പ്രശ്നമായാലും, ദൈവദാസൻ അപ്പച്ചൻ ഫാസ്റ്റിംഗ് ഡിക്ലെയർ ചെയ്യും, കിച്ചൺ അടയ്ക്കും, ഫാസ്റ്റ് ഡിക്ലെയർ ചെയ്യും. 1, 2, 3 ദിവസങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ വിജയം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഉന്നത സ്ഥാനങ്ങളിൽ അവർ ഇരുന്നിട്ടും അവർ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും സമയം കണ്ടെത്തി. മാത്രമല്ല, അവർ ഈ പ്രതിസന്ധിയിൽ അവർ ദൈവത്തിന്റെ വചനം വായിച്ചു എന്ന് നമ്മളോട് വായിക്കുന്നു. ദാനിയേൽ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോഴാണ് യിരെമ്യാ പ്രവാചകനെ കുറിച്ചുള്ള പറഞ്ഞ പ്രവചനത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. ദൈവസന്നിധി, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോ ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുകയും, മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വായിക്കുകയും ദൈവത്തിന്റെ ആലോചന അറിയുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവജനമേ, നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ വഴി നടത്തും. സങ്കീർത്തനം 119 105 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. പൗലോസ് തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, 2 തിമോഥെയോസ് 3:16, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ള. നാം ദൈവത്തിന്റെ വചനം വായിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആലോചന എന്താണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ദാനിയേൽ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ താൻ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തുടങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞ വണ്ണം പ്രാർത്ഥനയും ഉപവാസവും ദൈവസന്നിധിയിൽ ഏറ്റവും ശക്തമായ
ഒരു വെപ്പണാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവം ഞങ്ങൾക്ക് അതിന്മേൽ വിടുതൽ തരികയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ കൺക്ലൂഡ് ചെയ്യട്ടെ. യഹോവയുടെ ഹൃദയം രാജാവിന്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അതിനെ തിരിക്കുന്നു. അനേക സന്ദർഭങ്ങൾ, അനേക ദൈവദാസന്മാരെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും, പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. നമ്മുടെ തന്നെ ജീവിതത്തിൽ നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട അനേക സംഭവങ്ങളെ, സാഹചര്യങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ അനുഭവങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവജനത്തെ എനിക്ക് ഉത്സാഹിക്കുവാനുള്ളത്, പ്രബോധിക്കുവാനുള്ളത്, പ്രോത്സാഹിപ്പിക്കുവാനുള്ളത്, നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ കുടുംബജീവിതത്തിലെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധിയിലൂടെ കടന്ന് ദൈവജനങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആരെങ്കിലും പ്രയാസപ്പെടുന്നുവെങ്കിൽ ഈ ദിവസം ഒരു തീരുമാനമെടുക്കുക. ദൈവമേ, ഞാൻ അങ്ങേ മുഖം അന്വേഷിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. രാജാവിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അതിനെ തിരിക്കുന്നു. ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, നെഹമ്യാവിന്റെ പ്രാർത്ഥന കേട്ട ദൈവം, മൊർദെഖായുടെയും എസ്തേറിന്റെയും പ്രാർത്ഥന കേട്ട ദൈവം, പഴയ നിയമത്തിലെ അനേക ദൈവദാസന്മാരുടെ പ്രാർത്ഥന കേട്ട ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ട ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന. പ്രാർത്ഥനയിലൂടെ അസംഭവ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിന്റെ ദാസന് പറഞ്ഞല്ലോ, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രതീക്ഷിക്കാതെ രാജാവ് സപ്പോർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നെഹമ്യാവ് അവിടുത്തെ ഒരു ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, എന്നാൽ തടവുകാരായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വന്ന ആളുകളാണ്. എന്നാൽ ആ രാജാവാകട്ടെ എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയാണ് അപ്രതീക്ഷിതമായിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, എസ്തറിൻ്റെ ആ അനുഭവം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണല്ലോ. നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ആ ഒരു വംശനാശത്തിൻ്റെ വക്കിൽ നിന്നാണ് ഈ ഇസ്രായേൽ ജനതയെ ദൈവം അവിടെ വിടുവിച്ചത്. അതാരാണ്? ആ ജനത മുഴുവൻ പ്രാർത്ഥിച്ചു. എസ്തറും മൊർദെഖായും അവിടെ ഉണ്ടായിരുന്ന അനേക ജനങ്ങൾ കണ്ണുനീരോടുകൂടെ, അതായത് അവർക്ക് അറിയാം അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൻ്റെ മുന്നിലാണ് അവർ നിൽക്കുന്നതെന്നറിയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ പലവിധ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് അതിനെയൊക്കെ പരിഹരിക്കാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. എത്ര പരാജയത്തിലാണ് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനായ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി എല്ലായിരിക്കും കിട്ടുന്നത്, വിചാരിക്കുന്ന സമയത്തല്ലായിരിക്കും മറുപടി കിട്ടുന്നത്. പക്ഷേ ദൈവം നമ്മളെ കൈവിടുകയില്ല എന്നുള്ള വാഗ്ദാനം നമുക്കുണ്ട്. കർത്താവ് പറഞ്ഞു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും 2 പേർ ഐക്യമത്യപ്പെട്ട ലോകത്തിൽ എന്ത് ചോദിച്ചാലും സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് നൽകും എന്നാണല്ലോ പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ആ പ്രാർത്ഥന എവിടെ നിന്ന് അദ്ദേഹം അത് പഠിച്ചത്? ബൈബിളിൽ നിന്ന് പഠിച്ചു. എന്നാൽ തൻ്റെ ആ കുടുംബത്തിൽ നിന്ന്, ആ പിതാവിൻ്റെ ആ മാതൃക, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ ഉപവാസവും പ്രാർത്ഥനയിലൊക്കെ പോയി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നത് തൻ്റെ അനുഭവത്തിലൂടെ, താൻ വളർന്നു വന്ന സമയത്ത് അനുഭവത്തിലൂടെ കണ്ടതാണല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനത്തിലൊക്കെ നമ്മൾ ഈ അങ്ങനെ ഒരു മാതൃക കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളെ കാണുന്നവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, മറ്റുള്ളവരെ ഒക്കെ നമ്മുടെ മാതൃക. നമ്മൾ എത്ര സംസാരിച്ചാലും ആ സംസാരത്തിലല്ല, നമ്മുടെ പ്രവർത്തനങ്ങളാണല്ലോ മറ്റുള്ളവർ നോക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന് കർത്താവ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ കേട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ പറഞ്ഞല്ലോ. കർത്താവ് സഹായിക്കട്ടെ താൻ ചെയ്യുന്നതായിട്ടുള്ള. അതുപോലെ തന്നെ തൻ്റെ സാക്ഷ്യവും വളരെ ശക്തമായൊരു സാക്ഷ്യമായിരുന്നു. ആ കർത്താവിൻ്റെ ആ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അതുകൊണ്ട് അദ്ദേഹത്തെ, കർത്താവിൻ്റെ ദാസനെ ആ ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിട്ടു. എന്നാൽ ഒരു യുദ്ധത്തിനും പോകാതെ ആ ജോലിയിൽ അവർ തന്നെ വിളിച്ച്
ആ ജോലി കൊടുത്തു. അതിൽ കൂടുതൽ എന്താണ് ഒരു അഭിമാനമായിട്ടുള്ളൊരു കാര്യം? പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പക്ഷത്താണ് നമ്മെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശക്തിയോടുകൂടെ പ്രാർത്ഥനയിൽ, ഉപവാസത്തിൽ നമുക്ക് ശക്തിപ്പെടാൻ കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ജോസി ബ്രദർ പ്രാർത്ഥിച്ച് ജോൺസൺ വർക്കി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് ഇന്ന് ഇവിടെ പൂർണ്ണമാക്കാം. താങ്ക് യു.